മലയാള സിനിമയിലെ ഈ താരവിവാഹത്തിന് സാക്ഷികളാകാൻ സിനിമയിലെ പ്രമുഖരായവരും എത്തിയിരുന്നു. മമ്മൂട്ടിയും ജയറാമും അടങ്ങുന്ന പ്രമുഖരായ നടന്മാരുടെ നിര, ഒപ്പം തന്നെ കമൽ, ജോഷി, സിദ്ദിഖ് അടങ്ങിയ പ്രമുഖ സംവിധായകരുടെ നിര, മേനക, ജോമോൾ, മീര ജാസ്മിൻ അടങ്ങുന്ന താരങ്ങളുടെ നിരയുമൊക്കെ ഈ വിവാഹത്തിന് സാക്ഷികളായി കൊച്ചിയിലെത്തിയിരുന്നു. എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒക്കെയായ ദിലീപിൻ്റെയും കാവ്യ മാധവൻ്റെയും ജീവിതത്തിലെ ഈ വലിയ നിമിഷത്തെ കണ്ടത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. വളരെ സന്തോഷമായി, സംതൃപ്തിയായി അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ആശംസകൾ നേരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൈബിളിലെ 1-2 വാചകങ്ങൾ കടമെടുക്കുകയാണ്. കാവ്യമാധവനും ദിലീപിനും ആ ബൈബിൾ വാക്യത്തിൽ പറഞ്ഞ പോലെ കടൽ തീരത്തെ മൺതരികളെ പോലെ കുട്ടികളുണ്ടാവട്ടെ. അഭ്യൂഹങ്ങളായിരുന്നല്ലോ ഇത്രയും കാലം. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക സംഘർഷം രണ്ടുപേർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നോടത് ഷെയർ ചെയ്യായിരുന്നു ഇപ്പോൾ അതിപ്പോൾ യാഥാർത്ഥ്യമായത് വേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് നേരത്തെ സംഭവിക്കേണ്ടത് താമസിച്ചു പോയി. കുറച്ച് നേരത്തെ ചെയ്യാമായിരുന്ന കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമില്ല, നടക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷമുള്ളതുപോലെ എനിക്കും സന്തോഷമുണ്ട്. നല്ല കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാം നമ്മുടെ പിള്ളേരല്ലേ, പിന്നെന്താ പറയണേ. കുടുംബത്തിലേക്ക് പുതിയൊരാൾ കൂടി വരികയാണ്. ഏതാ? കുടുംബത്തിലേക്ക് പുതിയൊരാൾ കൂടി വരികയാണ്. അതെ, പിന്നെ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറും. അതാണ് എൻ്റെ ഇത്. ഒരുപാട് സന്തോഷമുണ്ട്. അവൾക്ക് എന്ത് സന്തോഷം തരുന്നു അതെനിക്ക് സന്തോഷം തരും. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ദിലീപ്. അതുപോലെ തന്നെ കാവ്യയോട് വളരെ അടുപ്പമുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷമമൊക്കെ എനിക്ക് കാര്യങ്ങൾ വിശദമായിട്ട് അറിയാവുന്നതാണ്. കുറേ നാളായിട്ട് നമുക്കറിയാം, ഇവിടുത്തെ വലിയൊരു ചർച്ചയായിരുന്നു ദിലീപേട്ടനും കാവ്യം കല്യാണം കഴിക്കുമോ. കാരണം നമ്മളോട് കാണുമ്പോഴൊക്കെ ആദ്യം ചോദിക്കുന്ന ഒരേ ഒരു കാര്യം അതാണ്, എന്തായി കല്യാണം കഴിക്കുമോ. നമുക്കറിയില്ല. അപ്പോൾ ഒരു സന്തോഷം, അതിനൊക്കെ ഒരു അവസാനം വന്നല്ലോ, സന്തോഷം. തീർച്ചയായും ഈ സമീപകാലത്തെ ഏറ്റവും മികച്ച ജോഡികളിൽ ഒന്ന് തന്നെയാണ് ദിലീപും കാവ്യ മാധവനും. പ്രേം നസീർ, ഷീല തുടങ്ങിയ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച താരജോഡികൾ അരങ്ങുവാണ കാലം. പിന്നീട് കാലങ്ങൾക്ക് ശേഷം പല താരജോഡികൾ വന്നു. ഏറ്റവും ഒടുവിലായി ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിക്കപ്പെട്ട ജോഡികളിൽ ഒന്നാണ് ദിലീപും മഞ്ജു വാര്യരും. അവരൊരുമിച്ച സിനിമകളിൽ ഭൂരിഭാഗവും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകളായിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ തുടങ്ങിയ ആ യാത്ര ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങോട്ട് നീങ്ങി. പിന്നെയും എന്ന സിനിമയിലാണ് ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച താരജോഡികളായി പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ചവരാണ് ദിലീപും കാവ്യ മാധവനും. അതിനു തെളിവായിരുന്നു മീശമാധവൻ, തിളക്കം, തെങ്കാശിപ്പട്ടണം തുടങ്ങി ഒരു പിടി ചിത്രങ്ങൾ നേടിയെടുത്ത മികച്ച വിജയം. അതിൽ ആദ്യത്തേത് 1999 പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലായിരുന്നു. കാവ്യ ആദ്യമായി നായികയായി എത്തിയ ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ. കൊല്ലമായി ഞാൻ തന്നെ പുറകെ നടക്കുക. ഈ സമയം മെഡിസിന് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ ഡോക്ടറായനെ, LLBക്ക് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ വക്കീലായനെ, ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാനിപ്പോ റിലീസായ. സാറിന് എന്തെങ്കിലും കഴിക്കണോ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല, മനസ്സിലായടാ. തുടർന്ന് തെങ്കാശിപ്പട്ടണം, ഡാർലിംഗ്, റൺവേ, മീശമാധവൻ, മിഴിരണ്ടിലും, തിളക്കം, കൊച്ചി രാജാവ് തുടങ്ങി മിക്ക ദിലീപ് ചിത്രത്തിലും നായികയായി കാവ്യയും ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ചതിന്റെ തെളിവ് കൂടിയായിരുന്നു ഈ വിജയങ്ങൾ. ഞാൻ കണ്ടു. അതിനെന്താ, എന്നെ അത്രക്കിഷ്ടാണ്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷിക്കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷിക്കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, മൊഴിയിൽ തേനുണ്ട്, ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. അവളുടെ ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷിക്കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. ദിലീപിന്റെയും കാവ്യയുടെയും സിനിമാ ജീവിതത്തിലും ചില സമാനതകളുണ്ട്. കമൽ സംവിധാനം ചെയ്ത പൂക്കാലം വനവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് കാവ്യയുടെ സിനിമാ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. 1991 ഇറങ്ങിയ ഇതേ ചിത്രത്തിലൂടെ തന്നെയാണ് സഹസംവിധായകന്റെ വേഷത്തിൽ ദിലീപിന് സിനിമാ പ്രവേശം.
ഒരിടവേളയ്ക്ക് ശേഷം കാവ്യ അഭിനയരംഗത്തേക്ക് മടങ്ങിയെത്തിയതും ദിലീപ് ചിത്രം പാപ്പിയപ്പയിലൂടെയായിരുന്നു. ശേഷം ഇരുവരും ഒരുമിച്ച വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയും വിജയമായി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച പിന്നെയും എന്ന ചിത്രം ഒരുക്കിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഒടുവിൽ മലയാള സിനിമയിൽ ഇരുവരും 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ യഥാർത്ഥ ജീവിതത്തിലും കാവ്യ ദിലീപിന്റെ നായികയായി. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേർത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന തൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.